അവരും അങ്ങനെ കളക്ട് ചെയ്യുന്നു ആ ക്യാരക്ടറിന് അത്രയും ഒരു ഇമേജ് ഉണ്ടാവുമെന്നൊന്നും ഞാൻ ഒരിക്കലും അഭിനയിക്കുന്ന സമയത്തൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. അങ്ങനെ ഒരു പ്രതീക്ഷ ഒരു ധാരണ എനിക്കുണ്ടായില്ല. അപ്പം അത് ജനങ്ങൾ ഭയങ്കരമായിട്ട് ആ സിനിമയും അതിലെ കഥാപാത്രങ്ങളെല്ലാം ഏറ്റെടുത്തു തന്നായിരുന്നു. ഇപ്പോഴും അതിലെ കഥാപാത്രങ്ങളെ പറഞ്ഞ് പല ചില കമന്റുകളൊക്കെ പറയാറുണ്ട്. രാഘവ എന്നൊക്കെ വിളിച്ചിട്ട് ഒരു കൊമ്പനെ പിടിച്ചോണ്ട് വരിക എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ചില ഒരുപാട് പേരങ്ങനെ അത് ചില ചെറുപ്പക്കാർ പിള്ളേരും ഒക്കെ മിമിക്രി ആർട്ടിസ്റ്റുകളല്ല അത് സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ കൊമ്പൻ സ്രാവിനെ പിടിക്കാൻ പോകുന്ന സീനൊക്കെ ഉണ്ടല്ലോ, അത് ആക്ച്വലി ഷൂട്ട് ചെയ്താണോ? അത് ആ സീൻ ഉണ്ടല്ലോ, ആദ്യം മമ്മൂക്ക പിടിക്കുന്നോണ്ട് അത് കഴിഞ്ഞിട്ട് പോകുന്നുണ്ട്, അതൊക്കെ എങ്ങനെയായിരുന്നു? റിയൽ ആയിട്ട് ഷൂട്ട് ചെയ്തതാ. കടലിൽ പോയിട്ട് എടുത്ത സീൻസ് അതെല്ലാം ഒന്നും ചെയ്യാൻ പറ്റില്ല. വേറെ ഒരു ടെക്നിക്കും ഇല്ല കാലത്ത്. രാഘവന്റെ ക്യാരക്ടറാണ് ചേച്ചിക്ക് ഇഷ്ടമില്ലാത്ത എന്നുള്ളതാണ് എല്ലാവരും. മാധുവായിട്ടുള്ള ഒരു സീനൊക്കെ ഉണ്ടല്ലോ, ആ പാട്ടുകളൊക്കെ ഞാൻ എപ്പോഴും പറയണ്ട, അതാ ഇഷ്ടമില്ലാത്തതല്ല. ഇത് ലോഹിദാസ് എഴുതാനുള്ള കാരണക്കാരൻ മമ്മൂക്കയാണ്. ഞാൻ വേറെ ആളെ വെച്ചിട്ടാണ് ആദ്യം എഴുതാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചിരുന്നത്. ഞാൻ തീരുമാനിച്ചു. അപ്പോൾ അത് പിന്നെ വേണ്ടാന്ന് വെക്കുകയും ഇങ്ങനെ ലോഹിദാസ് തനിയാവർത്തനം ഇപ്പം നമ്മുടെ പടത്തിന് 86, 87 ആയിട്ടാണ് ആ സമയത്ത് നമ്മുടെ ഞങ്ങളുടെ 90s 2-3 സിനിമയിൽ കൂടുതൽ ലോഹിദാസ് ചെയ്തിട്ടുണ്ട്. മമ്മൂട്ടി അഭിനയിച്ചിട്ടൊക്കെ നമുക്ക് ചെയ്ത സാധനങ്ങളൊക്കെ ഭയങ്കര നല്ലൊരു ടാലന്റ് ഉള്ള ഒരാളാന്ന് മനസ്സിലായിട്ടുണ്ടാവും. നമുക്കൊരു പിടിയില്ല. മലയാള സിനിമ ചരിത്രത്തിലെ വൺ ഓഫ് ദ ക്ലാസിക് മൂവീസ് ആണ് അമരം, ആൻഡ് ഇറ്റ് ഇസ് സെറ്റ് ടു റീ റിലീസ്. ആൻഡ് ഇന്ന് എന്റെ കൂടെ വിശേഷങ്ങൾ പങ്കുവെക്കാനായിട്ട് ദ പ്രൊഡ്യൂസർ ബാബു തിരുവല്ല സർ ആൻഡ് അശോകൻ ചേട്ടനാണ് കൂടെയുള്ളത്. ഹലോ. നമസ്കാരം. എനിക്ക് ആദ്യം തന്നെ ചോദിക്കാനുള്ളത്, മമ്മൂക്കാനെ നമ്മൾ ആ ഒരു 90s കാലഘട്ടത്തിൽ കാണുന്നത് തീപ്പൊരി പറത്തി നടക്കുന്ന ഒരു ക്യാരക്ടർ ആയിട്ടാണ്. അപ്പോൾ പെട്ടെന്ന് അമരത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ സർ ആസ് എ പ്രൊഡ്യൂസർ എന്ന രീതിയിൽ സാറിന് സംശയം ഉണ്ടായിരുന്നു മമ്മൂക്ക ഇതിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യും അന്നത്തെ ഒരു സമയത്ത്? ഇല്ല, എനിക്ക് സംശയമില്ലായിരുന്നു. കാരണം ഞാൻ ആദ്യം എടുത്ത സിനിമ മിന്നാമിനിങ്ങിൻ്റെ തുടങ്ങോട്ടാണ്. വരാറുണ്ടായിരുന്നു എൻ്റെ ഡയറക്ടർ. അപ്പം ഇതും ചെയ്യാൻ പോകുന്നത് വരാറുണ്ടാണ്. അപ്പം ഈ ക്യാരക്ടർ മമ്മൂക്ക ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ മമ്മൂക്കാക്ക് ചെയ്യാമെന്നുള്ള കോൺഫിഡൻ്റ് ഉള്ളപ്പോൾ തീർച്ചയായിട്ടും അത് നന്നായിരിക്കും തന്നെ എനിക്ക് വിശ്വാസമുണ്ട്. തീർച്ചയായിട്ടും. ഞാൻ വേറൊന്നും കൂടല്ല ചോദിച്ചത്, ആ സമയത്ത് ഇങ്ങനെ പറയുണ്ടായി ഓഡിയൻസ് ആണെങ്കിലും മമ്മൂക്കാനെ കണ്ടിരിക്കുന്നത് വേറൊരു എൻറ്റയർലി ഡിഫറെന്റ് അക്ടറിലും സെറ്റപ്പിലുമാണ് ഇതുവരെ. പക്ഷെ മമ്മൂക്ക അതിനെല്ലാം തോൽപ്പിച്ചുകൊണ്ട് തന്നെ വരികയും ചെയ്തു ആ സമയത്ത്. അതുകൊണ്ട് ചോദിച്ചതാണ്. കാരണം ഒരു ആക്ടർ ആക്ട് ചെയ്യുമെങ്കിൽ പിന്നെ നല്ല സ്ക്രിപ്റ്റും നല്ല ഡയറക്ടറൊക്കെ ആണെങ്കിൽ അത് സക്സസ് ആയിരിക്കും. തീർച്ചയായിട്ടും ആൾക്കാർക്ക് അതിലേക്ക് നമുക്ക് ആ മെസ്സേജ് കൊടുക്കാൻ പറ്റും. ജനം അംഗീകരിക്കുക എന്നുള്ളതാണല്ലോ വേണ്ടത്. അത് പറ്റും, നമുക്ക് പറ്റുന്ന കാര്യമാണ്. അതേപോലെ തന്നെ അശോകൻ ചേട്ടൻ പറയുന്നത് കേൾക്കാനിടയായി, എനിക്ക് അമരം എന്ന് പറയുന്ന സിനിമ ശരിക്കും എൻ്റെ ജീവിതത്തിലൊരു ലോട്ടറി ആയിരുന്നു എന്നുള്ളത്. അതെ, അത് ഞാൻ കണ്ടിട്ടുണ്ട് പലയിടത്തും. അപ്പോൾ അശോകൻ ചേട്ടനോട് എനിക്ക് ഈ ലോട്ടറി അടിച്ച ആ മൊമെന്റിലും അതിനുശേഷവും ജീവിതത്തിൽ വന്ന ഒരു മാറ്റമാണ് എനിക്കറിയേണ്ടത്, ഈ ഫിലിമോഗ്രഫി എന്ന് പറയുന്ന ഒരു ഇതിൽ അമരം സിനിമയ്ക്ക് ശേഷം. അമരം അങ്ങനെ കളക്ട് ചെയ്യുന്നു ആ ക്യാരക്ടറിന് അത്രയും ഒരു ഇമേജ് ഉണ്ടാവുമെന്നൊന്നും ഞാൻ ഒരിക്കലും അഭിനയിക്കുന്ന സമയത്തൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. അങ്ങനെ ഒരു പ്രതീക്ഷ ഒരു ധാരണ എനിക്കുണ്ടായില്ല. അപ്പം അത് ജനങ്ങൾ ഭയങ്കരമായിട്ട് ആ സിനിമയും അതിലെ കഥാപാത്രങ്ങളെല്ലാം ഏറ്റെടുത്തു തന്നായിട്ട്. ഇപ്പോഴും അതിലെ കഥാപാത്രങ്ങളെ പറഞ്ഞ് പല ചില കമന്റുകളൊക്കെ പറയാറുണ്ട്. രാഘവ എന്നൊക്കെ വിളിച്ചിട്ട് ഒരു കൊമ്പനെ പിടിച്ചോണ്ട് വരിക എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ചില ഒരുപാട് പേരങ്ങനെ അത് ചില ചെറുപ്പക്കാർ പിള്ളേരും ഒക്കെ മിമിക്രി ആർട്ടിസ്റ്റുകളല്ല അത് സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും. അല്ല, അത് നമ്മളെ സംബന്ധിച്ചൊരു വലിയൊരു ഒരു ഓണറാണ്. അതിനുശേഷം ഞാൻ ചോദിക്കുന്ന, ഒരു സിനിമ കരിയറിൽ യു ഹാവ് ഗിവൺ ദ ബെസ്റ്റ് എന്നുള്ള ഒരു കാര്യം ഉണ്ടല്ലോ. അപ്പൊ അതിനുശേഷം ശരിക്കും ആ സിനിമാ ജീവിതത്തിൽ ഒരു മാറ്റം വരികയുണ്ടായിരുന്നു? ശരിക്കും പറഞ്ഞാൽ അടുത്ത ഓരോ ചോയ്സസ് മുന്നിലേക്ക് വരികയുണ്ടായില്ലേ? അതിൽ ശരിക്കും എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു വളർച്ചയല്ലേ? ശരിക്കും പറഞ്ഞാൽ അമരത്തിൽ നിന്ന് ശരിക്കും പെട്ടെന്നൊരു ഹൈ ഇതല്ലേ വരുന്നത്? ശരിക്കും അമരത്തിന് ശേഷം പല വേഷങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും അതിലൊന്നും ശരിക്കും പറഞ്ഞാൽ അമരത്തിൽ അതെല്ലാം മുങ്ങിപ്പോയി. അതാണ് കാര്യം. പല സിനിമകളും ജയിച്ചത്. അപ്പം ഇതിൻ്റെ വെളിച്ചത്തിൽ അതെല്ലാം നിഷ്പ്രഭമായി പോയി എന്ന് വേണമെങ്കിൽ പറയാം. എന്ന് പറഞ്ഞാൽ അത്രത്തോളം നല്ലൊരു വളരെ ടിപ്പിക്കൽ ഒരു കഥാപാത്രമായിരുന്നു അതിനകത്ത്. സിനിമ അതിഗംഭീരമായ സിനിമ, ഒരു ക്ലാസിക് മൂവിയല്ലേ അതൊക്കെ. അപ്പം അങ്ങനെ ഒരു ക്ലാസിക് മൂവിയിൽ അഭിനയിക്കാൻ സാധിച്ചാൽ അതാണ് ആദ്യം പറയേണ്ടത്. അതാണ് എൻ്റെ ഒരു ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്. പിന്നെ അത് മാത്രമല്ല, അത്രത്തോളം പടം സൂപ്പർ ഡൂപ്പർ ഹിറ്റായി.
അതെ. എല്ലാ ഘടകങ്ങളും ചേർന്ന് ഉള്ള ഒരു ഹിറ്റായ സിനിമ എല്ലാം കറക്റ്റായിട്ട് വെറുതെ ഒരു കച്ചവട പടം ഇപ്പോൾ സൂപ്പർ ഹിറ്റ് ആയതുകൊണ്ട് ഒരു കച്ചവട സിനിമ എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ എല്ലാ വിഭാഗത്തിലുള്ള ആൾക്കാരും അത് എൻജോയ് ചെയ്തു. തീർച്ചയായിട്ടും ഇന്നും എൻജോയ് ചെയ്യുന്നു എന്നുള്ളതുകൊണ്ട് ഒരു തന്നെയാണ് മാനുഷിക മൂല്യങ്ങളുള്ള സത്യം. മനുഷ്യത്വപരമായ കാര്യങ്ങളൊക്കെ ഒരുപാട് ചില മെസ്സേജ് സ്നേഹം, സ്നേഹം, സാക്രിഫൈസ് അതെ എല്ലാം, അതെ ഒരു അച്ഛൻ്റെ വികാരം, അച്ഛൻ്റെ വികാരം, മാതാപിതാക്കളുടെ വികാരങ്ങളും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് നാട്ടുകാരുമായിട്ടുള്ള സ്നേഹബന്ധങ്ങൾ, കടലുമായിട്ട് ഒരു കണക്ഷൻ, ആ ജീവിതമായിട്ട് ഉള്ള കണക്ഷൻ, ഇതൊക്കെ വളരെ നന്നായിട്ടത് കോർത്തിണക്കിയ ഒരു സിനിമ തന്നെയാണ് അമരം. സത്യമായിട്ടും. ഞാൻ അത് പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ കൊമേഴ്ഷ്യൽ സക്സസ് അല്ല എന്ന് മീൻസ് കൊമേഴ്ഷ്യൽ സക്സസ് അല്ല ഒരു സിനിമയുടെ നിർണ്ണയിക്കുന്നത്, അത് എത്രത്തോളം വലുതാണ് എന്നുള്ളതാണ് പറഞ്ഞു വെച്ചത് അശോകൻ ചേട്ടൻ. അപ്പോൾ എനിക്ക് സാറിനോട് ചോദിക്കാനുള്ള, ഇന്ന് നമുക്ക് ഈ 100 കോടി ക്ലബ്ബ്, 300 കോടി ക്ലബ്ബ്, അങ്ങനെ പലതരത്തിലുള്ള ഇതുണ്ട്. ശരിക്കും അന്നത്തെ കാലഘട്ടത്തിൽ സാർ ഒരു പ്രൊഡ്യൂസർ എന്ന നിലയിൽ ഒരു സിനിമ വിജയിച്ചു എന്നുള്ളത് എങ്ങനെയായിരുന്നു സാർ അളന്നിരുന്നത്? വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ ഞാൻ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ വന്ന സിനിമ ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഞാൻ അറിയാമല്ലോ, ഞാൻ ഡയറക്റ്റ്. അപ്പം എനിക്ക് നല്ല സിനിമകൾ, നല്ല മെസ്സേജുള്ള സിനിമകൾ, പിന്നെ ഭരതേട്ടൻ, പത്മരാജൻ, KG ജോർജ്, പിന്നെ മോഹൻ, അല്ലേ, ഇങ്ങനെയുള്ള പാർട്ടീസിൻ്റെ സിനിമകളാണ് നമുക്ക് ഇഷ്ടം. ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന കാലത്തും കോളേജ് പഠിക്കുന്ന കാലത്തൊക്കെ. അപ്പം അവരുടെ ആരുടെയെങ്കിലും വർക്ക് ചെയ്യണമെന്നും എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം അതിന് ഞാൻ പ്രയോഗിച്ചൊരു വഴി ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ള ഭരതേട്ടൻ്റെ അടുത്ത് കൂടിയിട്ട് അങ്ങനെ ആദ്യത്തെ സിനിമ, അത് എനിക്ക് അവാർഡ് കിട്ടിയത്. ഫസ്റ്റ് സിനിമയാക്കി തന്നെ നാവിൻ്റെ തുറങ്കൂട്ടത്തിലും എനിക്ക് അവാർഡ് കിട്ടിയായിരുന്നു. അപ്പോൾ സെക്കൻഡ് സിനിമ ഇത് ചെയ്യുമ്പോഴും ഒരു മെസ്സേജ് ഉണ്ടായിരിക്കണം നമ്മൾ പറയുന്ന സിനിമയ്ക്കകത്ത്. എന്തെങ്കിലും ഒരു, ഞാൻ എന്തിനാണ് സിനിമ ചെയ്യുന്നത്, ജനങ്ങളോട് ഇത് പറയുമ്പോൾ, ജനങ്ങളോട് ഞാൻ ബന്ധപ്പെട്ട ഒരാളാണ് അല്ലേ, പബ്ലിക്കിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ അത് ഒരു പോസിറ്റീവ് കോർണർ അതിനുണ്ടായിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത സിനിമ, അത് കഴിഞ്ഞ് സവിത ചെയ്ത് അതിന് എത്രയോ അവാർഡുകൾ കിട്ടി, സമാഗമം, കണ്ണകി, ഇതൊക്കെ ഞാൻ ചെയ്തു. പിന്നെ ഞാൻ തനിയെ അറിയാമല്ലോ, 20 അവാർഡ്സ് മോർ ദാൻ ദാറ്റ്. പിന്നെ നാഷണൽ അവാർഡ് കിട്ടി എനിക്ക് തനിച്ചെല്ലാനല്ല. ഞാൻ അതുകൊണ്ട് തന്നെയാണ് ചോദിച്ചത് സാറിന് എത്രത്തോളമാണ് ഒരു പ്രൊഡ്യൂസർ എന്ന രീതിയിൽ. എനിക്ക് ഇതാണ് എൻ്റെ ഒരു ലെവൽ, മനസ്സിലായിപ്പം. അപ്പോൾ ഇപ്പം നിങ്ങൾക്കൊരു സന്തോഷം തോന്നില്ലേ അമരം കാണുമ്പോൾ? ആ സന്തോഷം എനിക്ക് ഭയങ്കരമായിട്ടുള്ളത്. കഴിഞ്ഞുള്ളൂ ഞാൻ എൻ്റെ മണിയെ പറ്റിയോ അതെന്ത് കിട്ടുന്നതിനെ പറ്റി ആലോചിക്കാറുള്ളൂ. ഒരു സാധനം പെട്ടെന്ന് കേൾക്കുമ്പോൾ അത് കൊള്ളാമല്ലോ എന്ന് തോന്നിയാൽ അതിൻ്റെ പിന്നാലെ പോകാന്നുള്ളതാണ് എൻ്റെ ഒരു രീതി. ഞാൻ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു ചോദ്യമായിരിക്കും, കൗതുകം കൊണ്ട് മാത്രം ചോദിക്കുകയാണ്. പ്രൊഡ്യൂസർ എന്ന രീതിയിൽ അന്ന് അമരത്തിന്റെ ബഡ്ജറ്റ് എത്രയായിരുന്നു പറയാൻ പറ്റുമോ? എനിക്കറിയില്ല. അന്നൊരു സിനിമ ഉണ്ടാവണല്ലേ ഒരു 15 lakhs, ഒരു 20 lakhs ഒക്കെ ഉണ്ടെങ്കിൽ വലിയ ബഡ്ജറ്റ് 25 lakhs ഒക്കെ കൊണ്ട് നല്ല നല്ല വലിയ സിനിമ ഉണ്ടാക്കാൻ പറ്റും. എനിക്ക് എത്രയോ ഇരട്ടി എന്നല്ല അതിൻ്റെ പറയാതിരിക്കുക, ഭംഗി നല്ല പൈസയായി അമരത്തിന്. കാരണം കടലിൽ വെച്ചല്ലേ ഷൂട്ട് ചെയ്യുന്നത്. അതായത് 1.5 ലക്ഷം അടി എക്സ്പോസ് ചെയ്ത് ഞങ്ങൾ, ഒരു 15,000 അടി മതി സിനിമയ്ക്ക്, അത്രയും എക്സ്പോസ് ചെയ്തു. പിന്നെ അശോകൻ തന്നെ 1-2 ആൾക്കാരോട് മാറി അഭിനയിക്കേണ്ടി വന്നു. അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു സിനിമയ്ക്ക്. ഇപ്പം ഈ അച്ചൂട്ടിയും രാഘവനും മുത്തും എല്ലാം ഉള്ളതുപോലെ തന്നെ ഒരു പ്രധാനമായ ക്യാരക്ടറാണ് ഇതിന്റെ അകത്ത് കടൽ എന്ന് പറയുന്നത്. അതെ, കടലാണ് പ്രധാനമായിട്ടുള്ള ക്യാരക്ടർ. അപ്പൊ ഈ കടലിന്റെ ഭാഗം പറയാൻ നേരത്ത് ഞാൻ ചിന്തിച്ച ഒരു കാര്യം, ഇന്നത്തെ കാലത്ത് ഒരു റോ ആയിട്ടൊരു മൂവി ഇറങ്ങി കഴിഞ്ഞാൽ ബിഹൈൻഡ് ദ സീൻസ് എല്ലാം അവർ കാണിക്കും. പക്ഷെ നമുക്ക് അന്നത്തെ നിങ്ങളുടെ ഒന്നും അറിയില്ല. നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ അറിയുള്ളൂ എത്രത്തോളം റോ ആയിട്ട് പോയെന്ന്. ശരിക്കും ഈ കൊമ്പൻ സ്രാവിനെ പിടിക്കാൻ പോകുന്ന സീനൊക്കെ ഉണ്ടല്ലോ, അത് ആക്ച്വലി ഷൂട്ട് ചെയ്താണോ? അത് ആ സീൻ ഉണ്ടല്ലോ, ആദ്യം മമ്മൂക്ക പിടിക്കുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് പോകുന്നുണ്ട്, അതൊക്കെ എങ്ങനെയായിരുന്നു? റിയൽ ആയിട്ട് ഷൂട്ട് ചെയ്താ, കടലിൽ പോയിട്ട് എടുത്ത സീൻസ് അതെല്ലാം ഒന്നും ചെയ്യാൻ പറ്റില്ല. വേറെ ഒരു ടെക്നിക്സ് ഇല്ല കാലത്ത്. അപ്പൊ ഇവർക്ക് അതേപോലെ തന്നെയുള്ളതായിരിക്കുമല്ലോ. ഇപ്പൊ ഇത് പിടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ അതിന് എത്രത്തോളം ട്രെയിൻഡ് ആയിരുന്നു? അത് നല്ലൊരു സീനാണല്ലോ. അശോകനൊക്കെ പേടിച്ചിട്ടുണ്ടല്ലോ, കടലിലാണ് പോകുന്നത്. അതെ, കരയിലല്ല, കടലിലാണ്. ഇന്നാണെങ്കിൽ വർക്ക്ഷോപ്സിനും കാര്യങ്ങൾക്കും ഒക്കെ പോകുന്നുണ്ട് ആൾക്കാര്. നിങ്ങൾക്ക് അന്നുള്ള പ്രിപ്പറേഷൻ എന്തായിരുന്നു ശരിക്കും ഇങ്ങനെ ഒരു കാര്യത്തിൽ? ഒന്നുമില്ല, കടലിൽ പോവുക, ചെയ്യുക, ഷൂട്ട് ചെയ്യുക. അതല്ലേ പിന്നെ ഒത്തിരി എക്സ്പോസ് ആക്കിയെന്ന് പറഞ്ഞില്ലേ. കാരണം ഇത് ഒരു തിരയടിക്കുമ്പോൾ ചിലപ്പം ക്യാമറ അങ്ങോട്ടാവും ഇങ്ങോട്ടാവും, പ്രശ്നങ്ങൾ പലതാവും. അതൊന്ന്. രണ്ടാമത് വളരെ പേടിച്ചിട്ടൊക്കെയല്ലേ ചെയ്ത് ഷൂട്ട് ചെയ്ത്, ഭയങ്കര റിസ്ക് ആയിരുന്നു. ഞങ്ങൾ തന്നെ, ഞാനും പറയാനൊക്കെ വെള്ളത്തിൽ ഇറങ്ങി, ഇത്രയും കഴുത്തറ്റം വെള്ളത്തിലൊക്കെ ഇറങ്ങി ഷൂട്ടിംഗ് സമയത്ത്. ക്യാമറ മധുവമ്പാട് സാർ, അത് ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്. സാർ കുറേ ദൂരം തന്നെ ഇങ്ങനെ നിന്നാണ് ഷൂട്ട് ചെയ്തത്.
ഓക്കെ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഒന്നും ഇന്നത്തെ ആളുകൾക്ക് കിട്ടുന്നില്ലെന്ന് തോന്നുന്നു നിങ്ങൾ പറയുന്നത് കേൾക്കുമ്പോൾ. കിട്ടുന്നില്ല. അല്ല, ഈ കടലിന്റെ കഥകളിൽ നിന്ന് ഇപ്പം ഒന്നുമില്ലല്ലോ. ചെമ്മീന് ശേഷം അമരമാണ് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ രണ്ട് പടമാണ് മനസ്സിൽ കിടക്കുന്ന മനുഷ്യർക്ക്, നമ്മളെ മലയാളികൾക്ക്. ഇനിയിപ്പോ ഒരു കടൽ കഥ ഉണ്ടായാൽ തന്നെ അത് എത്രത്തോളം അങ്ങനെ വരുമെന്ന് എനിക്കറിയില്ല. ആർട്ടിഫിഷ്യൽ ആയിരിക്കും ഒത്തിരി കാര്യങ്ങൾ. അതങ്ങനെ കടൽക്കഥകളൊക്കെ പലത് വന്നിട്ടുണ്ട് കുറച്ചൊക്കെ. ഈ ഭാഷയൊക്കെ ഉണ്ടല്ലോ, ഞാൻ കേട്ടിട്ടുണ്ട് ഭാഷയുടെ പേരിൽ അന്ന് നിങ്ങൾക്ക് കുറെ ഫൈറ്റ് ചെയ്യാനൊക്കെ ഇടയായി അന്നത്തെ കാലത്ത് എന്നുള്ളത്. ഈ ഭാഷ പഠിച്ചെടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു കാര്യമായിരുന്നില്ലേ അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം? അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വായിച്ചാണ്, എനിക്കറിയില്ല, മമ്മൂക്ക കുറെ നാള് അവിടെ തന്നെ സ്പെൻഡ് ചെയ്തു, 1-2 ആഴ്ച അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ? പുള്ളി ചെമ്പെന്ന് പറഞ്ഞ സ്ഥലത്ത് മമ്മൂക്കയുടെ സ്ഥലം ചെമ്പാണല്ലോ, വൈക്കത്തിനുണ്ട്. അപ്പൊ അവിടെ കായലൊക്കെ ഉള്ള പുള്ളിക്ക് ഈ ഭാഷ പുള്ളിക്ക് ഇത്തിരി വശം ഉണ്ടാകും. കാരണം പിന്നെ എറണാകുളം കൊച്ചിയൊക്കെ പുള്ളി ഉണ്ടായിരുന്നല്ലോ ഒരുപാട്. പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവും. പുള്ളിയുടെ നെയ്ബറിംഗ് സ്ഥലമല്ലേ അതൊക്കെ. അതെ അതെ. അപ്പൊ അത് കാരണം പേഴ്സണലി തന്നെ ഇത് ചെയ്തിട്ടുണ്ടായിരിക്കും. അതിന്റെ ഇന്ന് സിനിമയിൽ തന്നെ ഒരു സ്പെഷ്യൽ വർക്ക്ഷോപ്പും കാര്യങ്ങളും എല്ലാം കൊടുക്കുകയാണല്ലോ, പ്രാക്ടീസ് സെഷനും കാര്യങ്ങളും. അതുകൊണ്ട് ചോദിച്ചതാണ്. അതേപോലെ തന്നെ രസകരമായ ഒരു കാര്യം കേട്ടത് ഞാന്, അശോകൻ ചേട്ടന്റെ ഭാര്യക്ക് ഇതുവരെ ഇഷ്ടമില്ലാത്തൊരു സിനിമ അശോകൻ ചേട്ടന്റെ. ഇപ്പൊ ഫോൺ ചെയ്തപ്പോൾ പറഞ്ഞു ഞങ്ങൾ ഒന്നിച്ചുണ്ടെന്നപ്പോ ഞാൻ ചോദിച്ചു മറ്റേ പറയട്ടെ എന്ന് ചോദിച്ചു. അമരാണോ ഇത് പറഞ്ഞു ഞങ്ങളങ്ങ് ഉണ്ടാക്കിയ സാധനം സത്യത്തില് ആണോ? പ്രൊമോഷന് വേണ്ടിട്ട് ഞങ്ങളൊന്നുണ്ടാക്കി. പക്ഷെ അതാണ് എല്ലാവരുടെയും മനസ്സിൽ ഇപ്പൊ നിൽക്കുന്ന ഒരു കാര്യം കേട്ടോ. ഓക്കെ, അശോകൻ ചേട്ടൻ രാഘവന്റെ ക്യാരക്ടറാണ് ചേച്ചിക്ക് ഇഷ്ടമില്ലാത്ത എന്നുള്ളതാണ് എല്ലാവരും. മാധുവായിട്ടുള്ള ഒരു സീനൊക്കെ ഉണ്ടല്ലോ ആ പാട്ടുകളൊക്കെ, ഞാൻ എപ്പോഴും പറയണ്ട അതാ ഇഷ്ടമില്ലാതെ. അതിനുശേഷം ഒന്നും പരാതിയൊന്നും പറഞ്ഞിട്ടില്ല. അതെ, സ്വാഭാവികമായിട്ട് ഒരു പെണ്ണുങ്ങൾക്ക് ഇഷ്ടമാവില്ലല്ലോ. ഇപ്പൊ വിളിച്ചിട്ടുണ്ട് ഞങ്ങൾ ഭക്ഷണം കഴിച്ചു വന്നപ്പോ. ഞാൻ തന്നെ പറഞ്ഞേക്കാൻ പറഞ്ഞു മറ്റേ മാധുവിന്റെ സംഭവം ഞങ്ങളെ ഞങ്ങളെ കച്ചറ ഉണ്ടാക്കാനുള്ള പരിപാടിയാണോ. എത്ര നാൾക്ക് ശേഷമാണെങ്കിലും ഭാര്യ തന്നെയാണല്ലോ അല്ലേ? അമരം റീ റിലീസ് ചെയ്ത് വർഷങ്ങൾ കഴിഞ്ഞാലും. ഓക്കെ. അതേപോലെ നമ്മുടെ സിനിമയിൽ മൺമറഞ്ഞു പോയ കുറെ ആൾക്കാരുണ്ട്. എനിക്ക് അവരുടെ എന്തെങ്കിലും നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ്, ബെസ്റ്റ് എന്ന് കരുതുന്ന ഒരു എക്സ്പീരിയൻസ് അറിയണമെന്നുണ്ട്. അപ്പം മുരളി സാറും മമ്മൂക്കയും തമ്മിലുള്ള ഒരു ഇമോഷണൽ ഒരു ലോക്ക് തന്നെ ഉണ്ടെന്ന് അദ്ദേഹം തന്നെ പറയുണ്ടായി. അവർ തമ്മിലുള്ള സീൻസ് ഇപ്പം നിങ്ങൾക്ക് പേഴ്സണലി നിങ്ങൾ കണ്ടിട്ടുള്ളത് കൊണ്ട് അറിയാലോ. എനിക്കിപ്പോ ഓരോരുത്തരെ പറ്റി ഒന്ന് പറയാൻ പറ്റുമോ? നമ്മുടെ സിനിമയുടെ ഭാഗമായിരുന്ന മുരളി സാറ്, KPS ലളിതാമ്മ, അങ്ങനൊന്ന് പറയാൻ പറ്റുമോ? അതെ, ഇവരൊക്കെ പറഞ്ഞത് നമുക്ക് ഒരുപാട് ഇങ്ങനെ പറയേണ്ടി വരും. പക്ഷെ എന്താ പറയുന്നത്, പിന്നെ അല്ല അതാ അതിനകത്തുള്ള ഒരു ഞങ്ങളുടെ ഒരു അമരം സിനിമ വർക്കെന്ന് പറയുന്നത് എല്ലാവരും വളരെ ഒട്ടും അതിനകത്ത് എന്താ പറയുന്നത് അങ്ങനെ ഒരു ഷൂട്ടിങ്ങിന് വരുന്ന ഒരു ഫീലൊന്നും ആയിരുന്നില്ല. എല്ലാവരും ഷെഡ്യൂൾ വന്ന് കിടന്നുറങ്ങും. ഉച്ചയ്ക്ക് ആകുമ്പോൾ വെയിലത്ത് ഭയങ്കര വെയിലല്ലേ, പുറത്തല്ലേ, അങ്ങനെ ഉച്ചയ്ക്ക് ഹോട്ടലിൽ നിന്നും പോകാണ്ട് മക്കുമൊക്കെ ആണെങ്കിലും കൂടുതൽ സമയം കിടന്നു 45 ദിവസം നമ്മളൊരു വീട്ടിലോ കല്യാണത്തിനൊക്കെ നിൽക്കുന്ന ഒരു എഫക്റ്റ് ആണ് തോന്നിയിരുന്നത്. അങ്ങനെ ഇന്ന ഒരു സിനിമയിൽ അങ്ങനെ ഒരു മൂഡ് നമുക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു എക്സ്പീരിയൻസോ ആ ഒരു ആംബിയൻസ് നമുക്ക് കിട്ടിയെന്ന് വരില്ല ഇന്നത്തെ. അന്ന് ഇത്രയും പേരൊക്കെ ഭയങ്കര ഒരു വലിയൊരു അടുപ്പം, ഇന്റിമസി ഉണ്ടാവും എല്ലാവരുമായിട്ടും. അത് ആക്ടേഴ്സ് മാത്രമല്ല, ഈ പ്രൊഡ്യൂസറായിട്ടും ഡയറക്ടറായിട്ടും എല്ലാവരും ഇന്റിമസി അന്നുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ അതിന്റെ സക്സസിന്റെ ഒരു ഭാഗം തന്നെയായിരുന്നു. അതല്ല ഇപ്പം നമുക്ക് റീ റിലീസ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ പഴയ റീൽ ഇരിക്കുന്നതിനെ അപ്ഗ്രേഡ് ചെയ്ത് നമ്മൾ ഡിജിറ്റലിലേക്ക് ആക്കുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മളിത് പ്രൊഡക്ഷൻ ഹൗസിലാണോ ഈ റീല് നേരത്തെ തന്നെ നമ്മളിങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്? അതിനെപ്പറ്റി പറയാം. എനിക്കറിയില്ല എത്ര പേർക്ക് അതിനെപ്പറ്റി അറിയാമെന്നുള്ളത്. നമ്മള് പണ്ട് നെഗറ്റീവ് പോസിറ്റീവ് അറിയില്ല. അതെ, നെഗറ്റീവ് റീലായിട്ടാണ് അതിനെ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുന്നു ഡിജിറ്റലിലേക്ക്. ഇപ്പൊ ഡിജിറ്റലില് ഇപ്പം കുറെ പണികൾ ചെയ്തിട്ടാണ് ഇപ്പം ഇത് പ്രസാദ് ലാബിലാണ് നമ്മൾ ചെയ്യിച്ചത്. 6-7 മാസം ടൈം എടുത്തത് ആക്കിയെടുക്കാനായിട്ട്. പിന്നെ അതിൻ്റെ സൗണ്ട് 7.1 5.1 ഒക്കെ ആക്കി ഞങ്ങൾ. മനസ്സിലായില്ലേ? ദാറ്റ് മീൻസ് ചെയ്യാവുന്നതിന് മാക്സിമം ചെയ്തിട്ടുണ്ടത്. കാരണം ഓൾ വേൾഡ് ഞങ്ങൾ റിലീസ് ചെയ്യുന്നത്, വേൾഡ് മൊത്തം, ഇന്ത്യ മാത്രമല്ല. 1000 സ്ഥലങ്ങളിൽ ഒരു സമയത്ത് കളിക്കണം എന്നുള്ള പ്ലാനിങ് ആണ്. നമ്മൾ ഓരോരുത്തർ പറഞ്ഞു വെച്ചിരിക്കുക, ഓരോരുത്തരാണല്ലോ ചെയ്യുന്നത് ഓരോ സ്ഥലങ്ങളിൽ. ഇനിയിപ്പോ എബോവ് 500 ഉണ്ടാവുമല്ലോ അല്ലേ? എന്തായാലും ഉണ്ടാവും. ഇവിടെ തന്നെ 100 വേൾഡ് വൈഡ് റിലീസ് ആയതുകൊണ്ട് തന്നെ.
ഓക്കെ. അതേപോലെ ഞാൻ മുന്നേ പറയുണ്ടായി ഈ ഭാഷ ഇന്നും അതിപ്പോ എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ഫ്രണ്ട്സിന്റെ ഇടയിൽ വെറുതെ പറയും എടാ ഒരരയം വേറൊരു അരയനെ ചതിക്കോടാ എന്നുള്ളൊരു ഭാഷ ഞാൻ ബോയ്സിന്റെ ഇടയിൽ പറയുന്ന കേട്ടിട്ടുണ്ട്. ഇവരിപ്പോ എന്തെങ്കിലും വഴക്കുണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാലേ ചുമ്മാ തിരിച്ചിങ്ങനെ പറയുന്ന ഒരരയം വേറൊരു അരയനെ ചതിക്കോടാ, അങ്ങനെ ഒരു ഡയലോഗ് കണ്ടാ ഇത് സമാധാനിപ്പിക്കാൻ വരണതാ. അതേമാതിരി ഇടത്തോട്ട് ഇതെല്ലാം ഇപ്പോഴും നമ്മള് പടത്തിന്റെ ഡെപ്താണ്, ഒരു മെസ്സേജ് ആണ് അതൊക്കെ. ഈ ഒരു തെറ്റിദ്ധാരണ ആ ക്യാരക്ടേഴ്സ് തമ്മിലുണ്ടല്ലോ. മകനെ കൊണ്ട് അടിച്ച് കൊന്നതാണോ അങ്ങനെ ഉപദ്രവിച്ചാണെന്നൊക്കെ ഒരു ധാരണ. രക്ഷിച്ചത് അവസാനം ഈ ഉടക്കാണെങ്കിൽ രക്ഷിച്ചല്ലോ അവസാനം. അതാ ചോദിക്കുന്നത് അങ്ങനെ ചെയ്തില്ല. അതെ, അപ്പൊ അത് ഇപ്പോഴും മനുഷ്യത്വമാണത്. മനുഷ്യത്വം അത് കൂട്ടുകാർ തമ്മിലല്ല ഇപ്പോഴും അത് പറയുന്ന ഒരു കാര്യമാണ്. അതെ അതെ. അപ്പൊ ഞാൻ കേൾക്കുകയുണ്ടായി അന്ന് ഈ ഭാഷ എന്ന് പറയുന്ന സാധനം അമരത്തിലേക്ക് വരുമ്പോ ഒത്തിരി പ്രശ്നങ്ങൾ നിങ്ങൾ നേരിട്ടു എന്ന് കേട്ടിട്ടുണ്ട്. ആക്ച്വലി അതിനെപ്പറ്റി പറയാൻ സാധിക്കുമോ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് പ്രശ്നങ്ങൾ ഒത്തിരി ഉണ്ടായിരുന്നു. ഒന്ന് ഈ ഭാഷയുടെ പേരിലുള്ള വിഷയം ഉണ്ടായിരുന്നു. എൻ്റെ പേര് കേസ കൊടുക്കുകയും ചെയ്തു. അത് പിന്നെ അവർക്ക് എന്നെ മനസ്സിലായി. ഞാൻ ചോദിച്ചു, ചെമ്മീന് നാഷണൽ അവാർഡൊക്കെ കിട്ടിയ സിനിമയല്ലേ, അതിനെന്താ എന്താണ് ഇതിൻ്റെ ഭാഷ നിങ്ങളെ മോശമാക്കാൻ വേണ്ടി അല്ല നമ്മൾ ചെയ്യുന്നത്, അത് നന്നായിട്ട് തന്നെയാണ് പോണേ. വളരെ പോസിറ്റീവ് എലിമെൻ്റ് ഉള്ള സിനിമയാണിത്. എനിക്ക് കാണാൻ അറിയാമല്ലോ എന്താ ചെയ്യുന്നുള്ളത്. അവരെ പറഞ്ഞ് മനസ്സിലാക്കി. പിന്നെ വക്കീലൊക്കെ ഇടപെട്ടത് കേസൊക്കെ മാറ്റിയത്. ആ കേസ് പിന്നെ ഒത്തിരി സ്ട്രെയിൻ ഒരു വർക്കായിരുന്നു. ഇത് ഭയങ്കര സ്ട്രെയിൻ ആയിരുന്നു. അന്ന് എവിടെയെങ്കിലും ഇതും ഞാൻ വായിച്ച് കണ്ടതാണ് ഒരു ആർട്ടിക്കിളിന്റെ ഉള്ളിൽ. മമ്മൂക്ക അന്ന് ഇൻസിസ്റ്റ് ചെയ്തിരുന്നു അതെന്താ ഇത്രയ്ക്ക് പ്രശ്നം, ഈ ഭാഷ ഉപയോഗിക്കണമെന്ന്. അങ്ങനെ ഉണ്ടായിരുന്നു? മമ്മൂക്കയുടെ ഒരു കയ്യൊപ്പ് എല്ലാ സിനിമകളിലും എവിടെയെങ്കിലും ഉണ്ടാകും, മമ്മൂക്കയുടെ ഒരു ഇതെന്ന് പറയാറുണ്ട്. അതുകൊണ്ട് ഇത് ലോഹിദാസ് എഴുതാനുള്ള കാരണക്കാരൻ മമ്മൂക്കയാണ്. ഓക്കെ. ഞാൻ വേറെ ആളെ വെച്ചിട്ടാണ് ആദ്യം എഴുതാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചിരുന്നത്. ഒരാളും ഞാൻ ഇങ്ങനെ തീരുമാനിച്ചത്. അപ്പോൾ അത് പിന്നെ വേണ്ടാന്ന് വെക്കുകയും ഇങ്ങനെ ലോഹിദാസ് തനിയാവർത്തനം ഇപ്പം നമ്മുടെ പടത്തിന് 86 87 ആയിട്ടാണ് ആ സമയത്ത് ഞങ്ങളുടെ 90-ലാണ്. രണ്ട് മൂന്ന് സിനിമയിൽ കൂടുതൽ ലോഹിദാസ് ചെയ്തിട്ടുണ്ട്. അത് മമ്മൂട്ടിക്ക് അഭിനയിച്ചിട്ടൊക്കെ നമുക്ക് ചെയ്ത സാധനങ്ങളൊക്കെ ഭയങ്കര നല്ലൊരു ടാലൻ്റ് ഉള്ള ഒരാളാന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല. നമുക്കൊരു പിടിയില്ല ലോഹിയേട്ടൻ. അപ്പം എന്നോട് പറഞ്ഞു, എന്നോട് കാലിക്കറ്റ് വെച്ചാൽ പറഞ്ഞത് നമ്മുടെ ഏതൊരു ഷൂട്ടിങ്ങിന് പോയ സമയത്ത് 3 വർഷത്തെ എൻ്റെ ഒരു വർക്കാണ് ശരിക്കും ഇത്. ഈ അമരം ഇതിനും ടോട്ടൽ കാരണം 87-ലാണ് ഞാൻ പിന്നെ അവനെ നിർമ്മോട്ടം ചെയ്തത്. പിന്നെ 90-ലാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഈ നമുക്ക് സജസ്റ്റ് നമുക്ക് ഇങ്ങനെയാണെന്ന് ആലോചിച്ചുകൂടെ, കാരണം ഇത് വലിയ എക്സ്പെൻസീവ് സാധനമാണല്ലോ ഈ വരാൻ പോണേ. എന്തായാലും കോസ്റ്റ് ആവുമെന്ന് നമുക്കറിയാം. അപ്പം അങ്ങനെയാണ് ലോഹിയേട്ടൻ്റെ അടുത്ത് ഞാൻ കാണുന്നു, പറയുന്നു, ചെല്ലുന്നു, പിന്നെ ഭരതേട്ടനോട് ബന്ധപ്പെടുന്നു. പിന്നെ അങ്ങനെ അത് പിന്നെ കടലിൽ വെച്ച് ചെയ്യാം എന്നുള്ള തീരുമാനമൊക്കെ ആക്കുന്നത് ലോഹിയേട്ടനാണ്. കാരണം സ്ലാങ് കൊണ്ടുവന്നു എല്ലാം പുള്ളിയാണ്. സ്റ്റോറി നമ്മുടെ നാനായിലെ പല്ലിശ്ശേരിയാണ് കഥ എന്നൊരു സാധനം ഉണ്ടായിരുന്നു, ഒരു മൂലകഥ. പിന്നെ ഇത് മൊത്തം ടോട്ടലി തിരക്കഥയും ഈ സംഭാഷണം ഇതെല്ലാം മാറ്റിയതും കഥ തന്നെ ഇങ്ങനെ ഫോമിലാക്കി. അച്ഛൻ്റെ മുടന്ന റിലേഷൻഷിപ്പ് പറയുന്നത് നമ്മൾ കഥ പറയുന്നെങ്കിലും അതിൻ്റെ മൊത്തം മാറ്റിയത് അതെല്ലാം മാറ്റിയത് ലോഹി തന്നെയാണ്. ലോഹിയേട്ടൻ്റെ ഒരു എഴുത്തിൽ തന്നെയാണ്. മമ്മൂക്കയ്ക്ക് പങ്കുണ്ടെന്നുള്ളതാണ്. അതാണ് മമ്മൂക്ക എന്നോട് സജസ്റ്റ് ചെയ്തത്. എന്നോട് പറഞ്ഞല്ലോ ഇതാണ് നല്ല വഴി പറഞ്ഞത്. ഞാൻ ആ വഴിക്ക് പോവായിരുന്നു. പിന്നെ ഇൻ ഹരിഹർ നഗറിന്റെ ഷൂട്ടിൽ നിൽക്കുകയാണ് അശോകൻ ചേട്ടന്റെ കോള് വരുന്നേന്ന് പറഞ്ഞു ആയിരുന്നു. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ഫൺ ഫിൽഡ് ഒരു അറ്റ്മോസ്ഫിയർ അല്ലേ. ഇവിടെ വന്നു കഴിയുമ്പോൾ അതിനൊക്കെ എത്ര നാളെ എടുത്തു ശരിക്കും പറഞ്ഞാൽ. ഇന്നിങ്ങനെ ആൾക്കാർ പറയും ഞാൻ ആ റോളിൽ നിന്ന് ഇറങ്ങി വരാൻ കുറച്ച് ഇത് താമസിച്ചു, അങ്ങനെയൊക്കെ പലരും പറയുന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു ഫൺ ഫിൽഡ് ഒരു മൊമെന്റ് ആയിരുന്നു. അത് ഓരോരുത്തരുടെ മാനസികാവസ്ഥയാണ്. എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. അവിടുന്ന് നേരെ ഇവിടെ ഒന്ന് ജോയിൻ ചെയ്യുമായിരുന്നു അല്ലേ? അവിടുന്ന് ആ ഒറ്റ ദിവസം എന്നുള്ളതല്ല, ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒന്നാണ്. ഇന്ത്യഹര എന്നാണ് പിന്നെ പുഴ എറണാകുളത്ത് തന്നെയാണ് ഷൂട്ടിങ്. എറണാകുളത്ത് തന്നെ ആയിരുന്നു. അത് വേറെ ലെവലിലുള്ള സിനിമയാണത്. അത് ഫുൾ ഒരു ഫണ്ണി മൂവിയാണ്. നല്ലൊരു എൻ്റർടൈനിങ് ആയിട്ടുള്ള സിനിമയായിരുന്നല്ല. അതിൽ നിന്ന് വേറെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റോറിയാണല്ലോ അമരം. അതിന് ഞാനതാ ചോദിച്ചാൽ അങ്ങനെ അതൊന്നും ഇല്ല അല്ലെ? മാനസികമായി ചിലരിങ്ങനെ പറയുമല്ലോ ഞങ്ങൾക്ക് മാനസികമായി ഒന്ന് പ്രിപ്പയർ ആവണം. ഇത് കുറച്ചുകൂടി രാഘവൻ എന്ന് പറയുന്നതാണ് അതിന്റെ മെയിൻ ഒരു ക്യാരക്ടർ തന്നെ. അതെ, മെയിൻ ക്യാരക്ടർ. അപ്പോ അങ്ങനെയുള്ള പ്രയാസങ്ങളൊന്നും ഇല്ല ഇപ്പോഴത്തെ പറയാ? ഒന്നുമില്ല അങ്ങനെയുള്ളൊന്നും അല്ല. ശരിക്കും നമുക്ക് അങ്ങനെ പാടില്ല. ശരി, ആക്ടറെ സംബന്ധിച്ച് ഒന്നും പറയാം. പിന്നെ അതുപോലെ ചില ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ തലയൊക്കെ മുട്ടി മീശയെല്ലാം മടിച്ച് മുട്ട കടിച്ച് നിൽക്കുന്ന ഒരു ക്യാരക്ടർ
പെട്ടെന്ന് അത് അങ്ങനെ ഒരു ഇത് പെട്ടെന്ന് ഇറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെയൊക്കെ ഒരു ചെറിയൊരു മാനസികമായിട്ടൊരു കാര്യങ്ങളൊക്കെ നമുക്ക് തോന്നും വേറെ ലുക്ക് ആരുടെ വൈസ് ചെയ്യുമ്പോഴേ. ഒക്കെ വന്നിട്ട് നമുക്ക് അഡാപ്റ്റ് ആവാം. അങ്ങനെയൊക്കെ തോന്നുമായിരിക്കാം. അത് ഏതാനും മിനിറ്റോ അല്ല ദിവസങ്ങളോ കഷ്ടിച്ചൊക്കെ ഉണ്ടാവുള്ളൂ മാക്സിമം. അങ്ങനെ ഉണ്ടാവാൻ വഴിയില്ല. പക്ഷെ നമ്മുടെ സിനിമയ്ക്ക് തോന്നിയിട്ടില്ല. ഒന്നുമില്ല. മറ്റൊരു ക്യാരക്ടറൊക്കെ ഇപ്പം നമ്മൾ പിന്നെ ശ്രദ്ധ പിന്നെ അങ്ങോട്ടാണ്. പിന്നെ അങ്ങോട്ടാണ് മറ്റേ മനസ്സ് വെക്കാൻ പാടില്ല. അത് അഭിനയിച്ച് കഴിയുന്നിടം വരെ ചിലപ്പോൾ ഒരു ഹാങ് ഓവർ കുറച്ച് നേരം ഉണ്ടാവും, സ്വാഭാവികമാണത്. അതെല്ലാ ആക്ടേഴ്സും ഉണ്ടാവുമെന്ന് എൻ്റെ വിശ്വാസം. പക്ഷെ അത് ദീർഘനാളോ ഒന്നും വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. നമ്മൾ ഈ ജോലി ചെയ്യുമ്പോൾ അത് പറ്റില്ല. അതങ്ങ് വിട്ടേ പറ്റുള്ളൂ. അതേപോലെ തന്നെ എനിക്ക് വേറൊരു കാര്യം ചോദിക്കാനുള്ളത്, ഈ ഭരതൻ എന്ന് പറയുന്ന ഡയറക്ടർ, ഭരതൻ സാറ്, അദ്ദേഹത്തിന്റെ ഡയറക്ഷനിൽ എല്ലാവരും എന്തെങ്കിലും ഒരു പ്രത്യേക അവർ അമേസ്ഡ് ആയിട്ടിരിക്കുന്നതാണ് പലരും പറഞ്ഞു തരുന്നത്. ഞാൻ എൻ്റെ ഒരു വലിയ ഭാഗ്യം എന്ന് വിചാരിക്കുന്നു ഇന്ന് നിങ്ങളെ ഇന്റർവ്യൂ ചെയ്യാൻ പറ്റുന്നതും. ഭരതൻ സാറിന്റെ ഒരു സിനിമ, ലോഹിതദാസ് സാറിന്റെ റൈറ്റിംഗിൽ വന്നിരിക്കുന്ന ഒരു സിനിമയുടെ ഇന്റർവ്യൂ എടുക്കാൻ പറ്റുന്ന ഒരു ഭാഗ്യമായിട്ട് വിചാരിക്കുന്നു. നിങ്ങൾക്ക് അദ്ദേഹത്തെ പറ്റി ഓർക്കുമ്പോൾ എന്താണ് പറയാനുള്ളത്? ഭരതൻ സാറിനെ പറ്റി പറയുമ്പോൾ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഇതുണ്ടാവുമല്ലോ, ഞങ്ങൾക്കൊക്കെ അറിയില്ലാത്ത നിങ്ങൾ കണക്റ്റഡ് ആയതുകൊണ്ട് തന്നെ. പുള്ളി ബേസിക്കലി പെയിന്റർ ആയിരുന്നു, പെയിന്റർ നന്നായിട്ട് വരയ്ക്കുന്ന ആളല്ലേ. ഇത് വരച്ചിരിക്കുന്ന സാധനങ്ങളാണ് നമ്മുടെ ഈവൻ ഞങ്ങളുടെ പോസ്റ്റേഴ്സൊക്കെ. ഒന്നത്. രണ്ടാമത് ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് എന്നൊക്കെ ഒരു 10-12 വയസ്സിനൊക്കെ മൂത്തതായിരിക്കുമല്ലോ ഭരതേട്ടൻ. പഠിക്കുന്ന കാലത്തൊക്കെ നമുക്ക് ഭരതേട്ടനൊക്കെ വലിയൊരു ഇഷ്ടമുള്ള ഒരാളായിരുന്നു, ഭരതേട്ടൻ സിനിമകളോട്. അപ്പം സ്വാഭാവികമായിട്ട് ഞാൻ മിക്സ് ചെയ്യുന്ന മിന്നാമിൻ നുറുങ്ങോട്ട് സെക്കൻഡ് ഫിലിമാണിത്. ഇങ്ങനെ വരുമ്പോൾ എനിക്ക് എൻ്റെ ഒരു ബ്രദർലി അഫെക്ഷനായിരുന്നു എനിക്ക് പുള്ളിയായിട്ട്. ഇപ്പം മരിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇടയ്ക്ക് സ്വപ്നം കാണുന്ന ഒരാളാണ്. അത്രയ്ക്ക് ബന്ധമായിരുന്നു, ഭയങ്കര റിലേഷനായിരുന്നു. ഞങ്ങൾ ഭയങ്കര അടുപ്പമായിരുന്നു. പറയുമ്പോൾ ബുദ്ധിമുട്ട് വന്നു, അതുപോലുള്ള അടുപ്പമായിരുന്നു. അപ്പം എന്താ പറയുക, ഒരു ഭയങ്കര സ്നേഹത്തിൻ്റെ ഒരു ഭയങ്കര ഡെപ്ത് എന്താ തന്നെ പറയുന്നത്, ആ ഒരു ബന്ധമായിരുന്നു. പിന്നെ ഭരതേട്ടൻ്റെ സിനിമകളെല്ലാം ഒന്നിനൊന്നും മെച്ചമല്ലായിരുന്നു, എല്ലാ സിനിമകളും എല്ലാം. നിങ്ങൾക്ക് അടുത്ത് നിൽക്കുമ്പോൾ അതാ പറഞ്ഞു, നിങ്ങളുടെ ഒരു ഭാഗ്യമായിരുന്നു നിങ്ങളെല്ലാവർക്കും അസോസിയേറ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അമരത്തിന്റെ അകത്ത് ഇപ്പം നമ്മൾ പറയുമല്ലോ, ആസ് എ ഡയറക്ടർ ഇന്നത്തെ ഒരു കാലത്ത് കാണുന്നത് അല്ലെങ്കിൽ പഴയ ഒരാളെന്ന് നിങ്ങൾക്കൊരു എന്തെങ്കിലും ഒരു പ്രത്യേക ഒരു ഓറ എന്ന് പറഞ്ഞ ഒരു സാധനം ഉണ്ടാവുമല്ലോ ഭരതൻ സാറിന്റെ, അതിനെപ്പറ്റി ഒന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ എന്തെങ്കിലും ആസ് എ ഡയറക്ടർ ഇന്നിപ്പം എത്ര പേരുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടാവും അശോകൻ ചേട്ടനൊക്കെ, അപ്പൊ ഒരു ഡിഫറൻസ് എന്തായാലും പറയാൻ പറ്റില്ലേ ഭരതൻ സാർ എന്ന് പറയുന്ന ഒരാളെ? അല്ല, ഈ ഭരതേട്ടൻ്റെ ഒക്കെ ഒരു ഇല്ലായ്മ എന്ന് പറഞ്ഞാൽ വലിയ സിനിമയ്ക്ക് നഷ്ടം തന്നെയാണ്. മലയാള സിനിമയുടെ ലോസാണ് അതല്ല, വെറും ഒരു ഭംഗിമാക്കല്ല. അതുപോലെ ഡയറക്ടേഴ്സിൻ്റെ എല്ലാം ഭരതനായാലും പത്മരാജനായാലും KG ജോർജ് ഒക്കെയാണ് ശരി, മലയാള സിനിമയിൽ ലോസ് ആകില്ല. അപ്പോൾ ഈ ഭരതേട്ടൻ്റെ സിനിമകൾ എല്ലാം നല്ല പടങ്ങളാണ്. അതിലിപ്പോൾ ഏറ്റവും കൂടുതൽ പറഞ്ഞാലേ ഒരു പ്രത്യേകത ഉണ്ടാക്കിയതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ലാൻഡ്മാർക്ക് എന്ന് പറഞ്ഞാൽ അമരം തന്നെയാണ്. പിന്നെ ഒരു ജീവിതചര്യയുള്ള ആയിരിക്കുമല്ലോ മിക്ക സിനിമകളും, ഓൾമോസ്റ്റ് ലൈഫായിട്ട് കണക്റ്റഡ് ആയി. റിയലിസ്റ്റിക് ആണ്. തകരയാണേലും പിന്നെ രതി നിർവേദമാണേലും ഒക്കെ ജീവിതമായിട്ട് ബന്ധമുള്ള സാധനങ്ങളാണ് പറഞ്ഞത്, റിയാലിറ്റിയാണ് ഇതിനകത്ത്. അല്ലാതെ ഒരു ഫാൻറ്റസി ഒന്നും വരുന്നില്ലല്ലോ, എല്ലാം റിയാലിറ്റിയിലൊക്കെ വരുന്നത്. അപ്പോൾ ആൾക്കാർക്ക് മനസ്സിലായി ഒരു അച്ഛൻ്റെ മോളുടെയും ബന്ധം എന്തുകൊണ്ടിത് സംസാരിക്കുന്നത്. ഇപ്പം നിങ്ങളുടെ ജനറേഷന് ഇപ്പം നമ്മളിപ്പം മക്കളെ ഉപദേശിക്കുമ്പോഴേ ഇയാൾക്ക് എന്താ പറയുക, അപ്പം ശരിക്കും അപ്പൻ്റെ പ്രായമാകുമ്പോഴേ മനസ്സിലാവുള്ളൂ നീ പഠിച്ചു വലുതാവണം എന്നൊക്കെയുള്ളൊരു മാനസികാവസ്ഥ അച്ഛനുണ്ടായിരുന്നു അല്ലെങ്കിൽ അമ്മയ്ക്കുണ്ടായിരുന്നു എന്നൊക്കെയുള്ള സംഭവമില്ലേ. ആ റിയാലിറ്റിയെ പുള്ളി പറഞ്ഞുകൊണ്ടിരുന്ന സിനിമകൾ മൊത്തം, ഈവൻ ഏത് സിനിമ എടുത്താലും. അതെ, ഫാന്റസിയെ കുറിച്ച് പറഞ്ഞാൽ വൈശാലിയാണ് പറയാനുള്ളത്. വൈശാലി അതിൻ്റെ ഒരു ഫാന്റസി എന്ന് പറയാൻ പറ്റില്ല, നമുക്ക് അങ്ങനെ ഒരു ഫീൽ നമുക്ക് ഒരു റിയൽ ലൈഫ് ഉണ്ടായിരുന്ന സംഭവമാണത്. അത് പുരാണത്തിലുണ്ടായ കാര്യമാണ്. അതൊക്കെ ഇത് ഷൂട്ട് ചെയ്യാൻ ചിത്രീകരിക്കാനൊക്കെ ഭയങ്കര പണിയാ. അതല്ലേ വരച്ചിട്ട് ഓരോ കഥാപാത്രം കൊണ്ട് ആ സ്ഥലം കണ്ടെത്തുകയും അതങ്ങനെയൊക്കെ വലിയ ഒരുപാട് പണിയുള്ള സിനിമ വൈശാലി. അദ്ദേഹം വരയിലൂടെയായിരുന്നു കൂടുതലും പിക്ചറൈസേഷൻ ചെയ്തുകൊണ്ട്. പുള്ളി ആർട്ടിസ്റ്റായിരുന്നല്ലോ. വൈശാലി ഷൂട്ടിങ് ഞാൻ പോയിട്ടുണ്ടായിരുന്നു മൈസൂർ. അതേപോലെ നിങ്ങൾക്കിപ്പം നമ്മളിപ്പം കുറേ പടങ്ങൾ റിലീസിന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതേപോലെ തന്നെ റിലീസ് കാണണമെന്ന് ആഗ്രഹമുള്ള വേറെ ഏതെങ്കിലും സിനിമകളുണ്ടോ നിങ്ങൾക്ക് സ്പെഷ്യലി ഒരു പേഴ്സണൽ ആയിട്ട് തോന്നുന്നത്? അങ്ങനെയുണ്ടോ ഒരു ലിസ്റ്റ് പറയാൻ? എനിക്കിപ്പോൾ അമരം വന്നപ്പോൾ വലിയ സന്തോഷമാണ്. അതുപോലെ തോന്നുന്ന ഇഷ്ടമുള്ള പടം അത് ഈ പിന്നെ പറയണം തോന്നുന്ന ഇൻഹരിയർ ആഘോഷമായിരിക്കും. ഇതുപോലെ നല്ല രസമായിരിക്കും. അതുപോലെ തൂവാനത്തുമ്പിൽ പറയണതായിരിക്കും. അതന്ന് തൂവാനത്തുമ്പിൽ ഒന്ന് തിയേറ്ററിൽ ഒരു ഹിറ്റ് ഒന്നും അല്ല, ജസ്റ്റ് ഒരു ആവറേജ് പടം എന്നുള്ളൂ. കളക്ഷൻ വൈസ് അങ്ങനെയുള്ളൂ. പടം നല്ല പടം അഭിപ്രായമുണ്ട്. പക്ഷെ അത് പിന്നീട് ഈ TV-യിലൊക്കെ വന്നും ഇതിന്റെ ട്രോളും മറ്റേ യൂട്യൂബിലൊക്കെ ഒരുപാട് വന്നു ഭയങ്കര അത് ഇന്നത്തെ പിള്ളേർ വരെ അത്
ആഘോഷിക്കും. തൂവാനത്തുമ്പികൾ സത്യം അത് വല്ലാത്തൊരു പെട്ടെന്ന് പറഞ്ഞു കഴിയുമ്പോ ക്ലിക്കായി. അതൊക്കെ ഒരു വലിയൊരു സംഭവമാണല്ലോ. ഇന്ന് വന്ന് അതൊക്കെ വരണമെന്നൊരു ആഗ്രഹമുണ്ട് ആൾക്കാർക്ക് ഇഷ്ടമാണെന്ന് തോന്നുന്നത്. അങ്ങനെ കുറച്ച് പടങ്ങൾ മനസ്സിലുണ്ട്. സാറിന് അങ്ങനെ എന്തെങ്കിലും മൂവി ഉണ്ടോ? ഉണ്ട്. ശിവൻ പറഞ്ഞ പോലെ ഹ്യൂമറസ് ഉള്ള സിനിമകളുണ്ട്, പിന്നെ സീരിയസ് ആയിട്ടുള്ള നല്ല സിനിമകൾ വരണം തീർച്ചയായിട്ടും. കാരണം ഇപ്പം ഇത് ഉണ്ടാക്കണമല്ലോ, വീണ്ടും ചെയ്യണം. ഇത് പ്രോസസ് ഉണ്ട്, ഭയങ്കര ജോലിയത്. ആക്ച്വലി ഈ പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ഹൈലി എക്സ്പെൻസീവ് ആണോ? എങ്ങനെ അതിന്റെ? ഞങ്ങൾക്ക് എക്സ്പെൻസീവ് ആയിരുന്നു. 7-8 മാസം എടുത്തത് ചെയ്യാനായിട്ട്. നമ്മൾക്ക് ഈ ഒരു ഡിജിറ്റൽ ഇതിനകത്ത് മാറ്റാനായിട്ട്. പിന്നെ കളറ്, പിന്നെ മധുവമ്പാട്ട് ആണല്ലോ എൻ്റെ ക്യാമറ ആയിരുന്നത്. അദ്ദേഹം തന്നെയാണ് ഇപ്പോഴും അതിൻ്റെ കളർ കറക്ഷൻസ് ഒക്കെ ചെയ്തത്. പുള്ളികളുടെ അടുത്തുണ്ട് പ്രസാദിൽ ലാവിൽ പോയിട്ട്. അപ്പം അത് അങ്ങനെ തന്നെ നൈറ്റെങ്കിൽ നൈറ്റ്, ഡേ എങ്കിൽ ഡേ, അങ്ങനെ തന്നെ ഞങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റി. ഇപ്പം പറഞ്ഞിട്ടുണ്ട്, ഉണ്ടാക്കി. എന്തായാലും അമരം എല്ലാവരും വന്ന് നിറമനസ്സോടെ സ്വീകരിക്കട്ടെ ഒന്നുകൂടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. ഓക്കെ, താങ്ക് യു.